ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നമുക്ക് കുറച്ച് തേങ്ങാച്ചോറും ബീഫും ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു കൈപ്പിടി ചുവന്നുള്ളി, കറുകപ്പട്ട, കുരുമുളക്, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, കറിവേപ്പില, തേങ്ങയുടെ മിക്സ്, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു 5-6 വിസിൽ വരെ നല്ലപോലെ വേവിച്ചെടുക്കാം. ഇനി മറ്റൊരു കുക്കറിലേക്ക് കഴുകി വെച്ച ബീഫും ആവശ്യത്തിന് മസാലയും എല്ലാം ചേർത്ത് അതും നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് പരിപ്പ് കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു സിമ്പിൾ പരിപ്പ് കറി. ഇതെല്ലാം കൂടി സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിനെ നെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അവൾക്ക് നല്ല ചുമയും കഫക്കെട്ടൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങാച്ചോറ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയം ബീഫൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫും നല്ലപോലെ വെള്ളമൊക്കെ വറ്റിച്ച് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് പരിപ്പ് കൂടി താളിച്ചെടുത്തു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച്.